ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നൊരു ദിവസം രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാനൊരു 7:30 ആയപ്പോൾ എണീറ്റ്. 8 മണിക്ക് അലാറം വെച്ചിട്ട് ഒരു 7:30 ആയപ്പോഴേ ഞാൻ എണീറ്റ്. ഞങ്ങൾക്കിന്ന് പത്തനംതിട്ടയിൽ പോകണം. ദേയും അബിയും അശ്വനും ഞാനും ഉണ്ട്. പത്തനംതിട്ടയിൽ ആദ്യം പോകുന്നത് ഒരു ഗിഫ്റ്റ് ഹാമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കൊരു കഴിഞ്ഞ മാസം വന്ന ഓർഡറാണ്. ഒരു ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ടിന് കൊടുക്കുന്ന ഒരു ഹാമ്പറാണ്. വെറുതെ ഒക്കേഷനൊന്നുമില്ല, വെറുതെ കൊടുക്കുന്ന ഒരു ഹാമ്പറാണ്. കുറേ ഐറ്റംസൊക്കെ വെച്ചിട്ട് ഒരു 10-12,000 രൂപയുടെ ഒരു ഹാമ്പറാണ്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ ആ ഹാമ്പർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരുന്ന വഴിക്ക് എടത്വ അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ അടുത്തായിട്ടൊരു ഹോട്ടലൊരു പ്രൊമോഷനുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് തീർക്കാമെന്ന് കരുതിയിട്ടാണ് പ്ലാൻ ചെയ്ത് ഇന്ന് തന്നെ ഇറങ്ങാൻ പോകുന്നത്. ഇപ്പോൾ സമയം 9 മണിയാണ്. 9 മണിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞതാണ്, നടന്നിട്ടില്ല. ഇനിയിപ്പം ഇവിടുന്ന് ദയയുടെ വീട്ടിൽ ചെന്ന് ദയനെ പിക്ക് ചെയ്ത് അശ്വിൻ്റെ അടുത്ത് പോകണം. അബ്രാം അങ്ങോട്ട് വരും, അവിടുന്ന് റെഡി ആയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ഫുൾ ഡേ ഞങ്ങളുടെ എങ്ങനെയായിരിക്കും എന്നായിരിക്കും ഈ വ്ളോഗിൽ കാണിക്കാൻ പോകുന്നത്. വാ, നമുക്ക് ഇറങ്ങാറ്. ലേറ്റായി, ഇപ്പം തന്നെ ലേറ്റായി. 9 മണി കഴിഞ്ഞ്. ഇനി ചെന്നാലേ മൊത്തത്തിൽ എനിക്കൊന്നൊരു 9:30 കഴിയും ഇറങ്ങാൻ വേണ്ടിയിട്ട്. നല്ല ടോപ്പ് അതോ കയ്യില് കിറ്റൊക്കെ പിടിച്ചിട്ടാണ് അബിയ വരുവാ അങ്ങോട്ട്. ഞാൻ എനിക്കറിയാം നീ വരുമ്പോഴേ എടുക്കാൻ നിർത്തി ഞാനിവിടെ പിടിച്ചോണ്ട് നിന്നതാ. 2 വ്ളോഗേഴ്സിനെയും കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഒരു നല്ല രസമുണ്ട്, ക്യൂട്ടായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാണാവോ എന്നെ? സൂര്യപ്രകാശം ഉള്ളതുകൊണ്ട് മുഖം കാണാവോ? അമ്മ എപ്പോഴും ഒരുങ്ങിയല്ലേ ഇറങ്ങുന്ന? അല്ല, ജനലില് അവിടെ ഞാനൊരു കൈ കണ്ട്. അമ്മയാ? അമ്മ ഇവനാ? ഞാനിതേ ഈ ജനലില് ഞാൻ റൂമിലായിരുന്നു പോലെ. അപ്പൊ ആരാ അവിടെ? സത്യമായിട്ട് ഞാൻ കണ്ടു ഒളിച്ച് നിൽക്കുന്നത്. ഓടിപ്പോയി ഇച്ചിരി ലിപ്സ്റ്റിക് ഇട്ടിട്ട് ദോശയും ചമ്മന്തിയും ലിപ്സ്റ്റിക് ഒക്കെ തിന്ന് ഒരെണ്ണം തിന്നടി. അതോ ഇതല്ലേ ഒറിജിനൽ കോലം, ഇതില്ലാതെ മേക്കപ്പ് ഇല്ലാതെ. എന്നാലും അടുക്കള ഞാൻ ആരെയാ ഈശ്വര കണ്ടത്? ഞാൻ എന്തായാലും റൂമിലായിരുന്നു. ഞാനപ്പോ ആര്യമോള് വരുന്ന കണ്ടു. ഈ ഉടുപ്പിച്ചല്ലേ നിനക്ക്? ദയമോള് വന്ന് കേറുന്നു. എനിക്ക് വയ്യ വീട്ടിൽ പോയി മാറാൻ. അന്ന് ഞാൻ നമ്മൾ എറണാകുളത്ത് വിട്ടപ്പോ നീ പറഞ്ഞായിരുന്നല്ലേ ഇത്? കുഞ്ഞിന്റെ വേറൊരു ഉടുപ്പുണ്ടല്ലോ ഇവിടെ, പുതിയ ഉടുപ്പ്. ഏത് പുതിയത്? നീലയാ? അതിലും ബെസ്റ്റ് ഉടുപ്പ. അതൊന്നും ഇല്ല, ഇത്ര ഉള്ള ഉടുപ്പ്. അല്ലല്ലല്ല, കുഞ്ഞു ഉടുപ്പാ അത്. ഇപ്പുറത്തോട്ട് നിന്റെ മുഖം വീഡിയോ ഇപ്പൊ കറക്റ്റായോ? സൗണ്ട് എനിക്കത് കണ്ടാ മതി. ഞാൻ തൂത്തം നിക്കിട്ടില്ല. അവളൊന്നും ഇട്ടിട്ടില്ല. പിന്നെ ഞങ്ങള് വ്ളോഗേഴ്സാ. ഹലോ, ഈ വ്ളോഗിന്റെ ഉത്തരവാദി താനും കൂടെയാ. ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ വേണ്ടേ? പണിക്ക് പോയിട്ട് അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. എന്തിനാ തിരിച്ചു വന്ന? പണിയില്ലേ? പണിയില്ല ഇന്ന്, കണ്ടില്ല, അതുകൊണ്ട് പണി നടന്നില്ല. അപ്പൊ ഞാൻ തിരിച്ചു വന്നു. ഇനി എവിടെ പോകുന്നു? എന്റെ വൈഫ് തന്നെ എനിക്ക് പൈസ കൂലി തന്നു. വൈഫ് കൊടുക്കണേ? അച്ഛ, ഞാൻ നിങ്ങളുടെ അടുക്കളയിൽ നിന്ന് പ്രേതത്തിനെ കണ്ട്. ഞാൻ വന്നപ്പോ ഇവര് ആണ്. അല്ല, അമ്മ ഈ മുറിക്കകത്ത് മരുന്നെടുക്കുന്നു. ഹാമ്പർ കൊടുക്കാനുണ്ട്. ഞാനൊന്നും നോക്കി. നിന്നെ കാണട്ടടാ. പുള്ളിക്കാരനാണ് ഉടമസ്ഥൻ, ഞാനും അവനും. എന്നിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടോ ഒരു പണി എടുക്കാതെ? ആലോചിച്ചേ, ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ യൂട്യൂബിൽ നമ്മള് വലിയ ഒരു പ്ലേ ബട്ടൺ ഒക്കെ ഇവിടേക്ക് ഇരിക്കുന്നു ആലോചിച്ചേക്ക്. എന്നാ വേറെ വീഡിയോ വെക്കുമ്പോ വെക്കാം. മറിച്ച് കളയല്ലേ? ഇല്ല, പിടിച്ചോ. അയ്യോ, തൊടുപുഴ പോകണല്ലോ, പക്ഷെ വണ്ടി പിടിച്ച് പൊക്കളഞ്ഞു. നീ എന്തിട്ടിട്ടില്ലെന്ന് ചോദിച്ചാ? നിക്കർ ഇട്ടിട്ടില്ലേ?
രണ്ട് ബ്ലോഗർമാരെ കാണിക്കും, ഞാൻ സാധനം കാണിച്ചു തരാം. ആ കാണിക്ക് ഇതുപോലെ എടുത്തിടുക അഭിറാമേ. ഒന്നാം സാധനം കാണിക്കല്ലേ, ഇടും. ചുമ്മാ പറ്റില്ല. ഇപ്പൊ വീഡിയോ എടുത്തേക്കോ. ടാറ്റ. എന്ത് ചെയ്യാനാ? ഞാനിപ്പോ കാണിക്കണ്ടൊക്കെ കാണിച്ചിട്ടുണ്ട്. അതെ. ടാറ്റ. ബൈ ബൈ. എന്റെ അങ്ങനെ എത്ര വീഡിയോ ഇടാൻ പറ്റാതായിപ്പോട്ടുള്ളതെന്ന് അറിയാവോ? കോപ്പിറൈറ്റ് വീഡിയോ നമുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ അത് പിന്നീട് മറ്റേ റവന്യൂ കിട്ടുമ്പോ വള്ളിയായിരിക്കും. ഞങ്ങളുടെ മറ്റേ വീഡിയോ ഇല്ലേ, അംശം പാട്ട് വെച്ച് ചെയ്ത, അത് കോപ്പിറൈറ്റ് അടിച്ചു. അറിയത്തില്ല. അത് നീ ഡയറക്റ്റ് മ്യൂസിക് ആഡ് ചെയ്താൽ മതി, സൗണ്ട് ആഡ് ചെയ്തിട്ടോ. ആ എന്താണ് കോപ്പിറൈറ്റ് അടിച്ചു. എടാ നീ വല്ലതും കഴിച്ചാടാ അഭിറാമേ? ഞാൻ കഴിച്ചു. ഞാൻ കഴിച്ചു. അവിടുന്ന് കഴിച്ചു, ഇവിടുന്ന് കഴിച്ചു. 2 റൗണ്ട് കഴിച്ചു. തേക്ക് വേണ്ടേ? ഇറങ്ങ്. എന്താടാ ഇറങ്ങി? ക്ഷീണമാണോ? രാവിലെ 6 ദോശ നിന്നിട്ട് എനിക്ക് വിശക്കുന്നത്. അപ്പൊ കരിക്ക് കഴിക്കാൻ നിർത്തി ഞങ്ങൾ. ഫ്രഷ് എയർ. പത്തനംതിട്ടയില് ഫ്രഷ് എയർ. അവൻ ഓടിതേ അങ്ങ് പോയി നിൽക്കുന്നു. ഇതെന്ത് ഇവന് അവന് അങ്ങോട്ട് പോണടാ? അശ്വിൻ എവിടെ പോകുന്നടാ? ഇത്തിരി കൂടി നല്ല കരിക്ക്. ലെന്തപ്പഴം പറിക്കാൻ വേണ്ടി റോഡിൽ കൂടെ നടക്കുന്ന അബി. ഇവനും തിന്നത് ഒരു വൃത്തികെട്ട സ്മെല്ല്. അത് കൊണ്ടുവന്നപ്പോ പെറുക്കി പെറുക്കി നടക്കുന്ന അവിടെ. എനിക്ക് വിശക്കുന്നു. കുരു തുപ്പടാ. അവിടെ ആരാ നിനക്ക് അങ്ങോട്ട് നോക്കാൻ? എന്താ ഞാൻ വീഡിയോ മാറ്റത്തില്ല. എന്താണ് അശ്വിനെ നിനക്ക്? വർത്താനം പറ. എന്താണ് മിണ്ടായിരിക്കുന്ന? കണ്ണാടി ഒന്നുമില്ല. കണ്ണാടി വെച്ചോണ്ടി. എനിക്ക് വിശക്കുവാ. ഇല്ല ഇല്ല തിന്നടാ വൃത്തിയേട്ടവന്മാരെ. എനിക്ക് വേണ്ട. രണ്ടുപേർക്കും വേണ്ട. എനിക്ക് അതിന്റെ സ്മെല്ലാ പറ്റാത്ത. പിള്ളേർക്ക് അറിയാവുന്ന സാധനമല്ല. നിങ്ങൾ 90s കിഡ്സിന് അറിയാവുന്നതാണോ? അതെല്ലാം നല്ലതാ. എന്ത് പഴം? ലെന്തപ്പഴം. കേരള. പക്ഷെ വലിയ ടേസ്റ്റ് ഇല്ല. എനിക്ക് അതിന്റെ സ്മെല്ല് പറ്റുന്നില്ല. ഒരു ചീഞ്ഞ മണം. ആപ്പിളിന് തന്നെ വേറെ സാധനം. ആപ്പിൾ അറിയണ്ട. ഇന്ന് ഇവരുടെ ചെലവ്. നമ്മളെല്ലാരും ഒരുമിച്ചുള്ളപ്പോ തന്നെ അല്ലേ? എന്താണ് നിനക്കൊരു സന്തോഷം ഇല്ലാത്ത? നിനക്ക് എന്താണ് സന്തോഷം ഇല്ലാത്തത്? ശിവന് എക്സ്പ്രഷൻ പക്ഷെ എനിക്ക് കരച്ചിലൊക്കെ വരുന്നു. ഇനി അത് 100K ആകുമ്പോ പ്ലേ ബട്ടൺ കിട്ടും. പ്ലേ ബട്ടൺ ഉടനെ കിട്ടും. കക്കും ഞാൻ മറ്റേ വീട്ടിൽ പോയി. ഗോകുൽ വിജയരാജിന്റെ വീട്ടിൽ പോയി. ഗോകുൽ വിചാരിച്ചാൽ അറിയത്തില്ല. ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ആ മറ്റേ ജിമ്മൻ. ആ ചേട്ടന് വീട്ടിൽ പോയി കക്കുവാ. അവനും എന്റെ കൂട്ടുകാരനാ. അപ്പൊ 10K ആയിരിക്കുന്നു. ഇന്ന് നമ്മള് ഞങ്ങൾക്ക് ഇന്ന് ജയതയുടെ അഭിടമക ചെലവ് ചിക്കൻ പക്കാവട. ചിക്കൻ പക്കാവട. ചിക്കനും പക്കാവടയും കൂടെ. അതൊക്കെ അങ്ങ് പോണ്ട. ചിക്കൻ പക്കാവട. അപ്പൊ എല്ലാവർക്കും താങ്ക്സ്. ആ അതെ അതെ. എല്ലാവർക്കും താങ്ക്സ്. നന്ദി നമസ്കാരം. നമസ്കാരം. എനിക്ക് 5500 എത്രയോ ആയി. 50 അടിക്കാൻ നേരത്ത് 50 പേർക്ക് ഊണ് കൊടുക്കുന്നതാണ് കേട്ടോ. ഊണ് ബിരിയാണി കൊടുക്കാം. ബിരിയാണി 50 പേർക്ക് നമുക്ക് കൊടുക്കാം. Of course, അതിലൊന്നും കുഴപ്പമില്ല.
ഈ വർഷമോ അതറിയത്തില്ല. ഞങ്ങൾ കൊടുക്കും. വേണേ 50K ആവുമ്പോ നമുക്ക് 50 പേർക്ക് ഫുഡ് കൊടുക്കാം അല്ലേ? വഴിയിലൊക്കെ ഉള്ള പാവങ്ങൾക്ക്, പാസനത്തിന്റെ വാതിക്കുള്ളവർക്ക് അല്ല, പാവങ്ങൾക്ക്. എടാ, ആരും വയ്യാത്തവരെ കൊണ്ടുപോകാം. അല്ലാതെ നീ അവരെ തപ്പി ഇവിടെ പോകും. എന്റെ ഫോണിൽ ചാർജ് ഇല്ല, 19%. അവിടെ പോയിട്ട് കുത്തിയിടാം. എനിക്ക് വിശക്കുന്നു. വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ? അവളുടെ വ്ലോഗിലാ. ഇച്ചിക്കുട്ടനോട് പറയാനില്ല കണ്ടത്. ഞങ്ങള് രാവിലെ മുതൽ ഫുഡ് കഴിച്ചിട്ടാണ് വന്നെങ്കിൽ എനിക്കാണെങ്കിൽ ഇന്ന് ഭയങ്കര വിശപ്പായിരുന്നു. ഞങ്ങൾക്ക് ഇന്നിവിടെ എടത്തുവയിൽ ഒരു കടയിൽ പ്രൊമോഷൻ വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. അത് സമാധാനിച്ച് ഇത്ര നേരം ഇരുന്നു. കുറേ നീണ്ട ലിസ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫുഡ് അവരിപ്പോൾ കൊണ്ടുവരും, കഴിച്ചു നോക്കിയിട്ട് പറയുന്നത്. എനിക്ക് വിശന്നിട്ട് വയ്യ. എനിക്ക് വിശന്നു മിണ്ടത്തില്ല. ക്യാമറ കണ്ടാൽ മിണ്ടത്തില്ല, തലയടിച്ച് ക്യാമറ കണ്ടാൽ അലർജിയാണ്. ക്യാമറ കണ്ടാൽ അവനങ്ങ് മുഖം തിരിച്ചു ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അതുവരെ ചില്ലായിരിക്കും. അതുവരെ ക്യാമറ കണ്ട അവനങ്ങ് നന്നാവും. ഉണ്ടാക്ക ഒഴിഞ്ഞു നോക്കും. തിന്നാൻ കൊണ്ടു വിശക്കുക. നല്ല നല്ല റെസ്റ്റോറൻറ്റ്, നല്ല സ്പേസ് ഉണ്ട്. അതല്ല എന്തോ പറയണ്ടേ, എടുത്തോ പള്ളിയുടെ അടുത്താ നിറയെ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അവിടെ ഒരു പുഴയുണ്ട്, AC ഉണ്ട്, നല്ല ഇരിക്കാൻ നല്ല സ്പേസ് ഉണ്ട്. നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ ഒരുപാട് പേരായിട്ട് നമുക്ക് സ്പേസ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഹോട്ടലാണ്. ഞങ്ങൾക്ക് പുറത്തിരുന്ന് പുഴയുടെ അടുത്ത് നിന്ന് കഴിക്കണമെന്നുണ്ട്. പക്ഷേ നൈറ്റ് ഒക്കെ അവിടെ നല്ല രസമായിരുന്നു. വൈകുന്നേരമൊക്കെ ഓക്കെ. ഗൈസ്, ഇൻഫ്ലുവൻസർ ഫ്രണ്ട് ഉള്ളതിന്റെ ഗുണമാണ് ഫുള്ള് ഫുഡ് വയറ് നിറയെ വിത്ത് കോംപ്ലിമെന്ററി ജ്യൂസ്. എനിക്ക് അതിന് മറ്റേ സാധനം ജയറാമ തലയൊന്നുമില്ല. തലയൊക്കെ ഞാൻ തിന്ന്. ഇതിന്റെ തല ഞാൻ തിന്ന്. ചിക്കൻ പറയടാ. ചിക്കൻ പക്കാവട ഉണ്ടാക്കാൻ ഓക്കെ, അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം അശ്വിന്? ചിക്കനും എങ്ങനെയുണ്ട്? ചിക്കനും പക്കാവടയും വെച്ചാണ് ചിക്കൻ പക്കാവട ഉണ്ടാക്കുന്നത്. ഞാൻ ഇത്ര നാള് വിചാരിച്ചത് ചിക്കനും ഞാൻ ജീവൻ ഗൈസ്, എന്താണ് സംഭവം? എനിക്ക് ലിപ്സ്റ്റിക് ഇല്ല, എന്നാലും കുഴപ്പമില്ല. ചിക്കൻ പക്കാവട ഉണ്ടാക്കാന്ന് ആബി പറഞ്ഞ്. അപ്പോൾ ഉടനെ അശ്വിൻ ചോദിച്ച് പക്കാവട ചിക്കൻ മേടിക്കണം എന്ന് പറഞ്ഞപ്പോ അപ്പൊ പക്കാവട മേടിക്കണ്ടേന്ന് ചോദിച്ചു. ഉടനെ പുറകെ ഇരുന്ന് അപ്പൊ പക്കാവട വേണ്ടേ, ശരിയാണല്ലോ എന്ന്. ഇവള് വിചാരിച്ചത് ചിക്കൻ പക്കാവട എന്ന് പറഞ്ഞപ്പം ചിക്കന്റെ കൂടെ പക്കാവട പൊടിച്ചിട്ടിട്ട് അതെന്തോ ചെയ്യുന്നയാണെന്നാണ് ഇവള് വിചാരിച്ചത്. ചിക്കൻ വേവിച്ചിട്ട് മസാല പക്കോട ഇട്ട് മസാല അരിഞ്ഞിട്ട് നമ്മള് മറ്റേ എന്താണ് ഈന്തപ്പഴത്തിന്റെ സോസ് ഒഴിച്ച് ടൊമാറ്റോ സോസ് ചുമ്മാ വിശ്വസിക്കല്ലേ. ഈ സാധനം നമ്മുടെ ചിക്കൻ ലോലിപോപ്പ് ഒക്കെ പോലത്തെ ഒരു സാധനം അല്ലേ ചിക്കൻ പക്കാവട? അല്ല, അതറിയാനുള്ള. ആൻഡ് വൺ മോർ തിങ് ഹാപ്പൻ. ഞങ്ങളിപ്പൊ പോയത് ഇത് പറയട്ടാ, ഞങ്ങളിപ്പൊ പോയത് പത്തനംതിട്ടയിലാണ്. അപ്പൊ പത്തനംതിട്ടയിൽ നിന്ന് എടത്തൂരോട്ട് വരുന്ന വഴിക്കൊരു പാലം കണ്ട്. അപ്പൊ ഉടനെ അശ്വിൻ ഈ പാലം എവിടെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഓർത്തോണം ആലപ്പുഴന്ന് പത്തനംതിട്ടയ്ക്കാണ് പോയത്. പത്തനംതിട്ട ഏത് റൂട്ടാണ്? പത്തനംതിട്ട ഈസ് ടു തെക്കോട്ട് അല്ല, അതെ തെക്കോട്ടാണ് പത്തനംതിട്ട. ഉടനെ ദയ പുറകെ ഇരുന്നുണ്ട്. എന്റെ അമ്മേനാക്കാൻ ഇപ്പൊ കണ്ട പാലമാണെന്ന്. അമ്മേനാക്കാൻ എവിടെ? നമ്മുടെ എയർപോർട്ടിൽ. അപ്പോഴും എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനപ്പൊ ചിന്തിക്കുന്നത് പത്തനംതിട്ട വഴി ഇപ്പോഴും ഇവിടെ പോകും. പിന്നെ ഇവര് ട്രിവാൻഡ്രം എയർപോർട്ടിലാണോ ആക്കാൻ പോയത്? എന്നാൽ ഇതിലേ വരേണ്ട ആവശ്യമില്ലല്ലോ എന്ന്. ഇവക്ക് തെക്കും വടക്കും പോയിട്ട് എറണാകുളം എവിടെയാ പത്തനംതിട്ട എവിടാന്ന് പോലും അറിയത്തില്ല. വീടിന്റെ വെളി ഇറക്കാതെ ഇതൊക്കെ അറിയാം.
നമുക്ക് പാതിരപ്പള്ളിയിൽ ഇറങ്ങി നിന്ന് കഴിഞ്ഞാ വലത്തോട്ട് അങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാം. പക്ഷെ അവളെ തിരിച്ചു നിർത്തിയാൽ അവള് തിരിഞ്ഞു പോകും. അതാ ഇവളെ നിന്നെ ഇപ്പുറത്തോണ്ട് നിർത്തിയാലാ അല്ലേ? എന്ത് ചെയ്യാനാ? കൃപാസനത്തിന്റെ ഇപ്പുറത്തോണ്ട് നിന്നെ നിർത്തിയ അപ്പൊ നീ എന്ത് ചെയ്യും? അറിയത്തില്ല. ഇവക്ക് ഒറ്റയ്ക്ക് എവിടെയും പോവാൻ അറിയത്തില്ല. അബി കൊണ്ടുപോകണം എല്ലായിടത്തും. നമ്മളങ്ങനെ ആലപ്പുഴ എത്തി. പക്ഷെ മഴക്കാറുണ്ട് നല്ല പോലെ. ഇന്ന് ഞങ്ങൾ വീട്ടിലിരുന്ന് വീഡിയോ എടുക്കാം. മഴയും ചായയും ജോൺസൺ മാഷിന്റെ പാട്ടും ചിക്കൻ വിത്ത് പക്കാവട അല്ലേ? ചിക്കൻ വിത്ത് പക്കാവട. ഇത് നോക്കിക്കേ കുരു. അതെന്തിനാ? നമുക്കൊരു പണി ചെയ്യാം. ചിക്കന്റെ കൂടെ പക്കാവട പൊടിച്ചിട്ട് ഇവള് പറഞ്ഞ ഉണ്ടാക്കി നോക്കിയാലോ? അങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് പക്കാവട ഉണ്ടാക്കാം. ചിക്കൻ പക്കാവട അവനെല്ലാം വേണം. അവനെല്ലാം സെറ്റ്. കട നിർത്തണേ, പാല് വാങ്ങിക്കണം, ചായ ഇടാം. ഗൈസ് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി അല്ലേ? മഴക്കാർ ഇപ്പൊ മഴ പെയ്യും. ആഫ്റ്റർ എ വെരി ലോങ് ജേർണി കുടിക്കാൻ പാല്. അവിടെ ഒരാള് പനിയടിച്ച് വയ്യ. ഇതെന്താ എത്ര വണ്ടിയാടെ ഇത്? ഇങ്ങനെ വെച്ചത് ഓടിയേ. എവിടെ ഓടുക? അച്ഛനുണ്ടോ? അച്ഛനുറക്കം, നല്ല ഉറക്കം. പാൽക്കാരൻ വന്നു. 18 തികയാത്ത പാൽക്കാരൻ പയ്യനെ എത്ര 10 പെമ്പിള്ളാര് ചേർന്ന് പീഡിപ്പിച്ചു കൊന്നു. ഞങ്ങളായിരുന്നു ആ സിനിമയില് 2 പേര്. ആ സിനിമ ഏതായിരുന്നു? നമ്മളും ചാവും. നമ്മളും ചാവുന്നു ഒറ്റക്ക്. അതെ, ഒറ്റക്ക് കാണാൻ വയ്യ. പിന്നെ ഇപ്പൊ അതിന്റെ കൂട്ടത്തിൽ 3 മക്കളെയും കൂടെ കിട്ടിയിട്ടുണ്ട്. അതെ, അങ്ങനെ 5 മക്കളുണ്ട്. 2 പെൺപിള്ളേരുണ്ടായിട്ട് അമ്മ കൊണ്ട് തന്നല്ലേ ചായ. അബിക്കുട്ടന് ചായ ഇല്ല. പിന്നെ അവനെ എന്റെ ആദ്യത്തെ ഒളിവളുമാരല്ലേ. മേക്കപ്പ് ഇല്ലാത്ത സീതമ്മേനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മേക്കപ്പ് ഇട്ടൊക്കെ വരുമ്പോ അശ്വിന്റെ അമ്മേനെ കാണാൻ എന്ത് ഭംഗിയാണ്. റീലൊക്കെ ഇടുമ്പോ മേക്കപ്പ് ഇടാത്ത അശ്വിന്റെ അമ്മേനെ കാണാൻ ഓടിപ്പോയായിരുന്നു അകത്ത് മുടിയും കണ്ട് ജീവൻ. എന്നിട്ട് അച്ഛനോട് പറയുന്നത് അവള് വരെ വീഡിയോ എടുക്കുക. അവൻ എന്ത് ഇന്നും അടിപൊളി ഫുഡായിരുന്നു അല്ലേ? മകന് ചായ വേണ്ടേ? അവനെവിടെ? ഇത്രയും നേരം നീ ഇത്രയും നേരം എവിടെയായിരുന്നു? കണ്ട ഉറങ്ങി. ഫ്ലാഷ് അടിക്കുന്ന എങ്ങോട്ടാന്ന് ശ്രദ്ധിച്ച പോലെ. സൂപ്പർ സാധനം. അടിപൊളി. അല്ല ആലിമോളെ ഇവിടെ അവിടെ അവള് കഴിക്കുന്നതല്ല അവര് കഴിക്കുന്നത്. കൊരങ്ങനെയൊന്നും ഞാൻ തിന്നിട്ടില്ല ഇതുവരെ. ഞങ്ങള് വളർത്തിയിട്ടുണ്ട് വീട്ടില് കൊരങ്ങനെ. ആണോ? നമുക്കൊരു കൊരങ്ങനെ മേടിച്ചിങ്ങനെ വെച്ച് നോക്കിയാലോ അച്ഛാ? ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട് അവിടെ നിന്ന് ചേട്ടൻ്റെ അടുത്ത്, ചേട്ടാ ചില്ലി ഫ്ലേക്സ് ഉണ്ടോ? ഇങ്ങനെ നിൽക്കുന്നു. ചില്ലി ഫ്ലേക്സ്. ഓ, ചതച്ച മുളക്. ആ ഉണ്ട് മോളെ. ചെറിയ ചില്ലി ഫ്ലേക്സ്. മാഗി വിത്ത് ചീസ് ആൻഡ് ചില്ലി ഫ്ലേക്സ്. അമ്മ ഓടി. വയറിലാവണം. ആരെയും വീടിട്ട പിന്നെ ആലപ്പുഴ ഇല്ലായിരുന്ന അല്ലേ? വീഡിയോ എടുക്കണ്ടേ ഉണ്ടാക്കുന്ന? നീ നിനക്ക് പോകും. അതിനെന്താ, നമ്മളെപ്പോഴും ഫെയർ ആയിട്ട് നിക്കണം ക്യാമറയുടെ മുന്നില്. മാഗി പായസം അടിപൊളി.
ഇപ്പൊ സൂപ്പർ ആയിരിക്കും. നീ കണ്ട മണം വരും ഇപ്പൊ. മണം വരുന്നുണ്ട്. ഇനിയിപ്പം ചീസിന്റെ മണം വരും അടിയാ. ഇഷ്ടല്ല ഇത് സേമിയ വേവിക്കുന്ന മണമാ, ഇത് ചീസിന്റെ പായസം ഉണ്ടാക്കിയിട്ട് സേമിയ വേവിക്കുന്ന മണമല്ലേ നീ മണത്തല്ലേ? ഇത് പായസം പോലെ ഉണ്ട്, അടപ്പായസം. അടപ്പായസമൊക്കെ ആയിട്ട് നിന്നെ- Yes, അടിപൊളി. എനിക്ക് കണ്ടിട്ട് കൊതി വരുന്നു. ഇതുണ്ട്. സൂപ്പർ സീൻ. അബി സ്പെഷ്യൽ. ബീഫ് വെച്ചിട്ടല്ലേ ഞങ്ങൾ തന്നെ ഒപ്പിടിച്ചാ. എന്നാലും ഇപ്പൊ നമ്മുടെ ഇവിടെ അബി സ്പെഷ്യൽ ഞാൻ ടേസ്റ്റ് ചെയ്തു. അടിപൊളി. നല്ലതാണ്. എന്ത് ചെയ്യാൻ പിള്ളേരൊക്കെ ഉണ്ടല്ലോ. എളുപ്പം തന്നെ. എനിക്ക് വിശക്കുന്നു. ഞാൻ എടുത്തുന്ന പൊള്ളുന്നുണ്ട്. പൊള്ളിയില്ലേ? ഇല്ലില്ല ചൂടില്ല. അങ്ങനെ കുഴപ്പമില്ല. ഇനി പൊള്ളി എന്നെ പറയില്ല അതിനാ. ആ വായി വെച്ച് കൊടുക്കൂ. ഇവിടെ ഷൂട്ടിംഗ് ആണ്. കുറച്ച് കൊടുക്കടാ. കൊടുക്കടാ. എക്സ്പ്രഷൻ ഇടണേ. ഇതിന്റെ അണ്ണാക്കിട്ട് എന്റെ കൂടെ എടുത്തു. ഞാൻ ഇത്രയും നാള് വ്ളോഗ് എടുത്തിട്ട് എനിക്ക് ഡെയിലി വ്ളോഗിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു ദിവസമായിരുന്നു. ഇന്ന് കുറേ ചിരിച്ചു. രാവിലെ മുതൽ പോയതുകൊണ്ടാണെന്ന് അറിയത്തില്ല, അടിപൊളി ഒരു ദിവസമായിരുന്നു. ഇപ്പം ഞാൻ അശ്വിൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, ജസ്റ്റ് ഫ്രഷ് ആയതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.